15 വയസ്സുകാരനായ അനന്തുവിൻ്റെ മനസ്സിൽ ഉദിച്ച തീവ്രമായ ആഗ്രഹമായിരുന്നു ഡോക്ടറാവുക എന്നത്. സ്വന്തം പ്രേരണയാലെ രാപ്പകലില്ലാതെ കഠിനമായി പരിശ്രമിച്ച് ആ ആഗ്രഹം യാഥാർത്ഥ്യമാക്കി. ഡോക്ടറായതിനു ശേഷം അനന്തു ചെയ്തത് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുകയല്ല, പകരം ഡോക്ടറാകാൻ ആഗ്രഹിച്ചു മുന്നോട്ട് വരുന്ന കുട്ടികളെ അവരുടെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന സ്ഥാപനമായ സൈലം ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ CEO ആയ ഡോക്ടർ അനന്തുവിൻ്റെ ജീവിതകഥയാണ് ഇവിടെ പറയുന്നത്. ആലപ്പുഴ ജില്ലയിൽ പുന്നമടയിലെ കൊറ്റംകുളങ്ങരയിലാണ് അനന്തു ജനിച്ചു വളർന്നത്. അച്ഛൻ ഗൾഫിലെ ഒരു ബേക്കറിയിലെ പാക്കിംഗ് സെക്ഷനിലെ ജീവനക്കാരനായിരുന്നു. അമ്മ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ജോലിക്ക് പോയിരുന്നു. സ്ഥിരമായി നിന്നു ചെയ്യുന്ന ജോലിയായതിനാൽ അച്ഛന് വെരിക്കോസ് വൈനിൻ്റെ അസുഖം വന്നു. ജോലിയിൽ തുടരാനാകാതെ നാട്ടിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി തിരിച്ചു വന്നു. ഈ സമയം അനന്തു ഹൈസ്കൂളിൽ പഠിക്കുകയായിരുന്നു. അച്ഛൻ തിരിച്ചെത്തി നാട്ടിൽ തന്നെ ഒരു ചെരുപ്പുകട നടത്തി. പക്ഷേ അസുഖം അദ്ദേഹത്തെ നന്നേ ബുദ്ധിമുട്ടിച്ചു. നിരന്തരം ചികിത്സയ്ക്ക് വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയിക്കൊണ്ടിരുന്നു. വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി. വീടാണെങ്കിൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഒരു ശരാശരി നിലവാരത്തിലായിരുന്നു അനന്തുവിൻ്റെ പഠനം. അച്ഛൻ്റെ കാലിൽ വെരിക്കോസ് വൈൻ പൊട്ടി അത് വ്രണമായി അതിൽ പുഴുക്കൾ നിറയുന്ന അവസ്ഥയിലായി. ശരീരവേദനയിൽ അച്ഛൻ ഉറങ്ങാൻ കഴിയാതെ പുളയുന്നു. സാമ്പത്തിക സ്ഥിതി മോശമായി വരുന്നതിനാൽ അച്ഛൻ ആകെ തളർന്നു. അച്ഛൻ ഈ സമയം മദ്യപാനം ശീലമാക്കി. വീട്ടിലെ ഈ അവസ്ഥ അനന്തുവിനെ വല്ലാതെ വിഷമിപ്പിച്ചു. അച്ഛൻ നിത്യച്ചെലവിനായി മദ്യം വില കൂട്ടി വിൽക്കുന്ന പണി ചെയ്തിരുന്നു. അനന്തു 10ാം ക്ലാസ്സിലായിരുന്ന സമയത്ത് ഒരു ദിവസം പോലീസ് വീട്ടിലെത്തി അച്ഛനെ അറസ്റ്റ് ചെയ്തു. അനന്തുവിന് ഒരു വലിയ ഷോക്കായിരുന്നു. അമ്മയ്ക്കും ഇത് വലിയൊരു നാണക്കേടായിരുന്നു. അവൻ്റെ മനസ്സിലുള്ള വിഷമം ആരോട് പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു. ഒടുവിൽ അവൻ്റെ ഒരു അധ്യാപകനോട് അവൻ വിഷമങ്ങൾ പറഞ്ഞു. അധ്യാപകൻ അവനോട് പറഞ്ഞു, "നീ വേറെ, അച്ഛൻ വേറെ. ഇനി നിന്റെ ജീവിതത്തിലും നിന്റെ വീട്ടിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് നീയാണ്. അതിന് നീ നന്നായി പഠിക്കണം, നല്ല നിലയിൽ ഒരു ജോലിയൊക്കെ നേടണം." അവൻ അല്പം ഗൗരവമായി പഠിച്ചു തുടങ്ങി. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാക്കിയത് അച്ഛൻ്റെ കൂടെ നിരന്തരമുള്ള ഹോസ്പിറ്റൽ യാത്രയാണ്. ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനുള്ള ദീർഘമായ കാത്തിരിപ്പും വൈറ്റ് ഓവർകോട്ടിട്ട് വരുന്ന ഡോക്ടർക്ക് ആളുകൾ കൊടുക്കുന്ന ബഹുമാനവും എല്ലാം അവനെ വല്ലാതെ ആകർഷിച്ചു. സമൂഹത്തിൽ ഇങ്ങനെ ആളുകൾ ഒരാളെ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആളുകളെല്ലാം ബഹുമാനിക്കുന്ന, ആളുകളുടെ രോഗമെല്ലാം സുഖപ്പെടുത്തുന്ന ഡോക്ടറായി മാറണം. ഈ ആഗ്രഹം അവൻ്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങി. 10ാം ക്ലാസ് വിജയിച്ചു. SGV ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് സ്ട്രീമിൽ +1 ജോയിൻ ചെയ്തു. ഡോക്ടർ ആവുക എന്ന ആഗ്രഹം തീവ്രമായി മനസ്സിലുറച്ചു. അവൻ നന്നായി പഠിച്ചു തുടങ്ങി. അവൻ്റെ ആഗ്രഹം ബന്ധുക്കളോടും മറ്റും പറഞ്ഞപ്പോൾ പലരും നിരുത്സാഹപ്പെടുത്തുകയാണ്. "അതിനൊരുപാട് പണം വേണം, നല്ല കോച്ചിങ് വേണം, നല്ലതുപോലെ പഠിക്കണം, നിന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമാണ്" എന്നവർ പറഞ്ഞു. അവനെ തളർത്താനാണ് ബന്ധുക്കളെല്ലാം നോക്കിയത്. പല ബന്ധുക്കൾക്കും എൻട്രൻസ് എക്സാമിൽ പരാജയപ്പെട്ടതുകൊണ്ട് നമുക്ക് സാധ്യമായ കാര്യമല്ല ഇതൊന്നും എന്ന ബോധ്യമാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷെ അനന്തുവിന് അത് സാധിച്ചെടുത്തേ പറ്റൂ. അവൻ ആരുടെ വാക്കും ചെവികൊണ്ടില്ല. എൻട്രൻസ് കോച്ചിങ്ങിനുള്ള വലിയ സെൻറ്ററുകളൊന്നും ആ പ്രദേശത്തുണ്ടായിരുന്നില്ല. അതിന് അവൻ്റെ കയ്യിൽ പണവും ഇല്ലായിരുന്നു. ആ നാട്ടിൽ എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന ഒരു ചെറിയ സ്ഥാപനത്തിൽ ചേർന്ന് അവൻ പഠിക്കാൻ തുടങ്ങി. ബോർഡ് എക്സാമിനു വേണ്ടിയും എൻട്രൻസ് എക്സാമിനു വേണ്ടിയും തീവ്രമായി അവൻ പഠിച്ചു. ഇതോടൊപ്പം അവനെ അലട്ടുന്ന പ്രശ്നമാണ് വീട്ടിലെ സാമ്പത്തികം. അതേസമയം അവിടെയുള്ള ചില സ്കൂളുകളിൽ എൻട്രൻസ് കോച്ചിങ്ങിനുള്ള ക്രാഷ് കോഴ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ കോഴ്സിൽ പഠിപ്പിക്കാനായി അനന്തു പോയി തുടങ്ങി. സ്കൂൾ അധികൃതർ ധരിച്ചത് ക്ലാസ് എടുക്കാൻ വരുന്നത് BScയും എൻട്രൻസ് കോച്ചിങ്ങും ഒക്കെ കഴിഞ്ഞ വ്യക്തിയാണ് എന്നാണ്. ആ ധാരണയൊന്നും തിരുത്താൻ അനന്തു പോയില്ല. യഥാർത്ഥത്തിൽ അനന്തു കോച്ചിങ് സെൻറ്ററിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങൾ മറ്റു കുട്ടികളെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ പഠിപ്പിക്കാൻ പോകുമ്പോൾ അവിടെ നിന്നും കിട്ടുന്ന വരുമാനം അവൻ പഠിപ്പിനും വീട്ടുകാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചു. +2 എക്സാമിൽ ഉയർന്ന മാർക്കിൽ ഫുൾ A+ഓടുകൂടി അവൻ വിജയിച്ചു.
ഡോക്ടറാവാൻ വേണ്ടി തീവ്രമായ പരിശീലനമാണ് അനന്തു ചെയ്തിരുന്നത്. ആ കഠിനമായ പരിശ്രമവും വിജയം കണ്ടു. എൻട്രൻസ് എക്സാമിൽ മിന്നുന്ന വിജയമായിരുന്നു അനന്തുവിന്. കേരളത്തിൽ 91ാമത്തെ റാങ്ക്. സാധാരണയായി MBBSന് മികച്ച റാങ്ക് കിട്ടിയവർ പോയിരുന്നത് കോഴിക്കോട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിലായിരുന്നു. എന്നാൽ അനന്തു പോയത് സ്വന്തം നാട്ടിൽ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് HODയും അവനോട് ഇത് പറഞ്ഞു: നീ ശരിക്കും ഇവിടെ ആയിരുന്നില്ല ജോയിൻ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അവൻ്റെ യഥാർത്ഥ പ്രശ്നം വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയായിരുന്നു. അവൻ ആ നാട്ടിലുണ്ടാവുമ്പോഴേ MBBS പഠനവും മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി എൻട്രൻസിന് ക്ലാസ് എടുക്കാനും പറ്റുകയുള്ളൂ. അതാണ് അവൻ്റെ വരുമാനം. കോളേജ് അധികൃതർ 75,000 രൂപയുടെ ഒരു സ്കോളർഷിപ്പ് അവന് അനുവദിച്ചു. ഇതവന് വലിയ ആശ്വാസമായി. പഠനവും അധ്യാപനവും അവൻ ഒരുമിച്ച് കൊണ്ടുപോയി. ഈ സമയം വീടിൻ്റെ അവസ്ഥ കൂടുതൽ മോശമായി. അപ്പോൾ നാട്ടിലെ കൗൺസിലർ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് വയ്ക്കാൻ പറ്റുമെന്ന് അവനോട് പറഞ്ഞു. അങ്ങനെ വീട് മാറ്റിപ്പണിയാമെന്ന് അവൻ ഉറച്ചു. വീട് പൊളിച്ച് ഒരു ഷെഡ് പണിതു. പുതിയ വീടിനുള്ള തറപ്പണി കഴിഞ്ഞു. ആ സമയം പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ആദ്യ ഗഡുവായി 50,000 രൂപ ലഭിച്ചു. പക്ഷേ പിന്നീട് പണിയെടുപ്പിക്കാൻ നിവൃത്തിയില്ലാതെയായി. അവൻ ആവാസ് യോജനയിൽ നിന്നും രേഖകൾ തിരിച്ചു വാങ്ങി. ആധാരം വെച്ച് KSFEയിൽ നിന്നും ലോൺ സംഘടിപ്പിച്ചു. വീടിൻ്റെ പണികൾ മുന്നോട്ട് കൊണ്ടുപോയി. ലോൺ ലഭിച്ച തുകയും അവൻ ക്ലാസ് എടുത്ത് കിട്ടുന്ന പണവും എല്ലാം കൂട്ടിക്കൂട്ടി മെല്ലെ മെല്ലെയാണ് അവൻ വീടുപണി നടത്തിയത്. കൂടുതൽ വരുമാനം കിട്ടാനായി അവൻ പല മാർഗങ്ങളും കണ്ടെത്തി. കൂടുതൽ സ്ഥലങ്ങളിൽ കോച്ചിങ്ങിന് അവൻ പോയിരുന്നു. കൂടാതെ അവിടെയുള്ള ഒരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബോയ്സ് ഹോസ്റ്റലിൻ്റെ വാർഡനായി അവൻ പണിയെടുത്തു. പകൽ MBBS പഠനം, അതിനിടയിൽ കിട്ടുന്ന സമയത്തും രാവിലെയും രാത്രിയും ഒക്കെ അവൻ കോച്ചിങ്ങിന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. രാത്രിയാവുമ്പോൾ ബോയ്സ് ഹോസ്റ്റലിൽ തിരിച്ചെത്തും. 2 വർഷമെടുത്തു അവൻ്റെ വീട് പണി പൂർത്തിയാവാൻ. 19 വയസ്സിൽ 35 ലക്ഷം രൂപയുടെ വീടാണ് അവൻ പണിഞ്ഞത്. ഈ വാർത്ത മനോരമയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. വരുമാനം നേടാനാണ് അവൻ പഠിപ്പിക്കാൻ പോയത്. എങ്കിലും അവന് ടീച്ചിങ്ങിനോട് അതിതീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു. അവൻ്റെ ക്ലാസ്സിന് കൂടുതൽ മികച്ച അഭിപ്രായങ്ങൾ കുട്ടികൾ പറയാൻ തുടങ്ങി. അപ്പോൾ അവന് അത് കൂടുതൽ ആവേശമായി. പണത്തേക്കാൾ ഉപരി കോച്ചിങ് കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ അവൻ ആഗ്രഹിച്ചു. ഓൺലൈനായി ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം തുടങ്ങുന്നതാണ് ഇതിന് നല്ലതെന്ന് അവന് തോന്നി. അല്ലാതെ ഞാൻ രാവും പകലും എത്ര ഓടിയാലും എനിക്ക് കുറച്ച് ആളുകളിലേക്ക് മാത്രമേ ഈ കോച്ചിങ് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം MBBS സുഹൃത്തുക്കളോടും പറഞ്ഞു. അവർ അതിനെ സപ്പോർട്ട് ചെയ്തു. അവരാണ് അതിന് സൈലം എന്ന പേര് നിർദ്ദേശിച്ചത്. സൈലം എന്നാൽ ഒരു ചെടിയുടെ വേരിൽ നിന്ന് അതിൻ്റെ ഇലകളിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും വെള്ളവും മിനറൽസും എത്തിക്കുന്നതിനുള്ള ഒരു ചാനലാണ്. ഇവിടെ കുട്ടികൾക്ക് പരീക്ഷകളിലും ജീവിതത്തിലും വിജയിക്കാൻ ആവശ്യമായ എല്ലാ പോഷണങ്ങളും മോട്ടിവേഷനും കൊടുക്കാൻ പറ്റുന്ന ഒരു ചാനലായി സൈലം ലേണിംഗ് പ്ലാറ്റ്ഫോം മാറുന്നു. തൻ്റെ ആശയത്തിൽ അനന്ത് ഉറച്ചു. അവൻ ഇതുവരെ പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം ചെന്ന് പറഞ്ഞു: ഞാൻ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം തുടങ്ങുകയാണ്. ഇനി മുതൽ ഞാൻ പഠിപ്പിക്കാൻ വരില്ല. പിന്നീട് പൂർണ്ണമായും ആപ്പ് നിർമ്മിക്കാനുള്ള ശ്രമത്തിലായി. വരുമാനം പൂർണ്ണമായും നിലച്ചു. തൻ്റെ വീട്ടിൽ തൻ്റെ ബെഡ്റൂം ഒരു സ്റ്റുഡിയോ ആക്കി മാറ്റി. ഈ കാര്യങ്ങൾക്കൊക്കെ അധ്യാപകരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും എല്ലാം പണം കടം വാങ്ങി. വരുമാനം പൂർണ്ണമായും നിലയ്ക്കുകയും അതുവരെ കടം 30 ലക്ഷത്തോളമായി മാറുകയും ചെയ്തു. ഈ പ്രതിസന്ധിക്ക് അനന്തു ഒരു പരിഹാരം ചിന്തിച്ചു. ഒരു അവധിക്കാലത്ത് 150 കുട്ടികളെ സംഘടിപ്പിച്ച് ഒരു ക്രാഷ് കോഴ്സ് നടത്താൻ തീരുമാനിച്ചു. 15,000 രൂപ വാങ്ങി 150 കുട്ടികളെ സംഘടിപ്പിച്ചാൽ 22.5 ലക്ഷം രൂപ ലഭിക്കും. അതോടെ തൻ്റെ കടം വലിയ പങ്കും വീട്ടാം. ആ കോഴ്സ് സംഘടിപ്പിക്കാൻ SVG ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ഹാൾ ഒരു മാസത്തേക്ക് വാടകയ്ക്കെടുത്തു. അവിടെ 150 പേർക്ക് ക്ലാസ് എടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി. ഒരു പ്രൊജക്ടർ സെറ്റ് ചെയ്തു. സമീപത്തുള്ള സ്കൂളുകളിൽ ചെന്ന് ഈ കോഴ്സ് വിശദീകരിച്ച് നന്നായി പണിപ്പെട്ട് 150 കുട്ടികളെ ഫീസ് അടപ്പിച്ച് കോഴ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചു.
ഫീസായി കിട്ടിയ പണമെടുത്ത് കടത്തിൻ്റെ വലിയ ഭാഗവും വീട്ടി. ക്ലാസ് തുടങ്ങാനിരിക്കെയാണ് കൊറോണ വന്ന് ലോക്ക്ഡൗൺ ആരംഭിക്കുന്നത്. ആളുകൾ പണം തിരികെ ആവശ്യപ്പെട്ടു തുടങ്ങി. ഇനി ക്ലാസ് ഒന്നും നടക്കാൻ പറ്റില്ല, ഈ സിറ്റുവേഷനിൽ ഒന്നും നടക്കില്ല, ഈ സിറ്റുവേഷൻ അടുത്തൊന്നും മാറാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ശക്തമായി പണം തിരികെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഈ സമയത്തിനുള്ളിൽ അനന്തുവിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം തയ്യാറായിരുന്നു. ഒരു യൂട്യൂബ് ചാനലും ഇതോടൊപ്പം ആരംഭിച്ചിരുന്നു. അനന്തു 150 ആളുകളെയും ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. പലരും എതിർപ്പുകൾ പറഞ്ഞെങ്കിലും മണിക്കൂറുകളെടുത്ത് ഫീസ് അടച്ച എല്ലാവരെയും കൺവിൻസ് ചെയ്ത് അവരെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് അത്തരത്തിലൊരു ഓൺലൈൻ ക്രാഷ് കോഴ്സ് എവിടെയും ഇല്ലായിരുന്നു. അനന്തുവിൻ്റെ ക്ലാസ്സിന് നല്ല അഭിപ്രായവും വന്നു. 150 നിന്നും ആയിരങ്ങൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തു. കൊറോണ പീരീഡിൽ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ വളർന്നു. സ്റ്റുഡൻസ് കൂടി വന്നപ്പോൾ കൂടുതൽ ഫാക്കൽറ്റീസിനെ ആവശ്യമായി വന്നു. ആദ്യമായി സൈലത്തിൽ ജോയിൻ ചെയ്ത ടീച്ചേഴ്സാണ് PV എന്നറിയപ്പെടുന്ന പ്രവീണും LK എന്നറിയപ്പെടുന്ന ലിജീഷ് കുമാറും. കൂടാതെ മറ്റു 3 പേരും കൂടി ഇതിനോടുകൂടി ജോയിൻ ചെയ്തു. അനന്തുവിൻ്റെ മനസ്സിൽ വലിയൊരു ലക്ഷ്യം രൂപപ്പെട്ടു. വലിയൊരു പ്രസ്ഥാനം മുന്നോട്ട് പോകണമെങ്കിൽ അതിനൊരു ടീം ഉണ്ടായേ പറ്റൂ. ഒറ്റയ്ക്ക് നിലനിർത്താൻ പറ്റില്ല. തന്നേക്കാൾ കഴിവും അനുഭവം ഉള്ളവരെ കണ്ടാൽ അവരെ കൂടെ നിർത്താൻ അനന്തു ശ്രമിച്ചു. ആദ്യത്തെ ടീം 24/7 അനന്തുവിൻ്റെ ലക്ഷ്യത്തോടൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ പ്രവർത്തനങ്ങൾക്കിടെ അനന്തു MBBS പഠനം പൂർത്തിയാക്കി. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ ഹൗസ് സർജൻസിയും കംപ്ലീറ്റ് ചെയ്തു. ഡോക്ടർ ആകാനായിരുന്നു ആദ്യം ആഗ്രഹിച്ചത്. ഇപ്പോൾ ഡോക്ടർ ആയെങ്കിലും ഇതിനകം പഠിപ്പിക്കാനുള്ള തൻ്റെ പാഷനൊപ്പം ഒരുപാട് ദൂരം സഞ്ചരിച്ചിരുന്നു അനന്തു. താൻ ഡോക്ടറായി ദിവസം 100 പേരെ ചികിത്സിക്കുന്നതിലും എത്രയോ മികച്ചതാണ് അത്തരത്തിലുള്ള ആയിരക്കണക്കിന് ഡോക്ടർമാരെ സൃഷ്ടിക്കുന്നത്. കോഴിക്കോട് ആദ്യമായി ഒരു കോർപ്പറേറ്റ് ഓഫീസ് സ്ഥാപിച്ചു. വലിയൊരു ഓഫ്ലൈൻ ക്യാമ്പസ് വേണമെന്ന് ചിന്തിച്ചപ്പോൾ അതിനുവേണ്ടി ഇൻവെസ്റ്റേഴ്സിനെ അന്വേഷിച്ചു. ആ സമയത്ത് ഇന്ത്യയിൽ 20 സംസ്ഥാനങ്ങളിൽ ഇതേ ആശയവുമായി പ്രവർത്തിക്കുന്ന അലക് പാണ്ഡെയുടെ ഫിസിക്സ് വല്ല എന്ന കമ്പനി സൈലം പ്ലാറ്റ്ഫോമിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി. സ്വയം ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ മുന്നോട്ട് വന്നു. ഫിസിക്സ് വല്ല 2022 യൂണിക്കോൺ സ്റ്റാറ്റസിലെത്തിയ കമ്പനിയാണ്. ഇതുവരെ 500 കോടി രൂപയോളം ഫിസിക്സ് വല്ല സൈലത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇന്ന് സൈലത്തിന് കേരളത്തിലെ 8 ജില്ലകളിൽ ഹോസ്റ്റൽ സൗകര്യത്തോടു കൂടിയ സ്ഥാപനങ്ങളുണ്ട്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ എൻട്രൻസ് കോച്ചിങ്ങുകൾക്ക് പുറമെ ട്യൂഷൻ സെൻ്ററുകളും ധാരാളമുണ്ട്. ഫിസിക്സ് വല്ലയുടെ സപ്പോർട്ടോടുകൂടി സൗത്ത് ഇന്ത്യ മുഴുവൻ സൈലത്തിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. 1000-ഓളം ആളുകൾ സൈലത്തിൽ ജോലി ചെയ്യുന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ സൈലത്തിൻ്റെ കോഴ്സുകളിൽ ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കുന്നു. 50-ന് മുകളിൽ യൂട്യൂബ് ചാനലുകൾ ഇതിലൂടെ ഫ്രീ ആയി ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. 2023 സൈലത്തിൻ്റെ ടേൺ ഓവർ 150 കോടി രൂപയാണ്. 2024 ഫിനാൻഷ്യൽ ഇയറിൽ ഇത് 300 കോടിയിലെത്തി. ഇപ്പോൾ സൈലം 1000 കോടി മൂല്യമുള്ള കമ്പനിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സാമ്പത്തിക നേട്ടങ്ങളല്ല അനന്തു സാർ കൂടുതലായി ശ്രദ്ധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എത്ര കൂടുതൽ കുട്ടികൾക്ക് സൈലത്തിൻ്റെ സേവനം ലഭ്യമാക്കാൻ പറ്റും. സംതൃപ്തരായിരിക്കണം ഓരോ കുട്ടികളും. 1 രൂപ വാങ്ങിയാൽ 2 രൂപയ്ക്കുള്ള മൂല്യം അവർക്ക് തിരിച്ചു നൽകാൻ സാധിക്കണം. അനന്തു സാർ ഹാപ്പിയിലാണ്. അദ്ദേഹത്തിൻ്റെയും സൈലത്തിൻ്റെയും വിജയഗാഥ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.